നമസ്തേ. അശാന്തമാണ് പശ്ചിമേഷ്യ. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ വൻ ആക്രമണം നടത്തി കടുത്ത പ്രഹരമേൽപ്പിക്കുകയാണ് ഇസ്രായേൽ. സൈപ്രസും കാനഡയും കടന്ന് ക്രൊയേഷ്യയിലെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യാന്തരം തുടങ്ങുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്രൊയേഷ്യയിൽ ഉജ്ജ്വല സ്വീകരണം. മോദിയെ സ്വീകരിച്ചത് ഗായത്രി മന്ത്രത്തോടെ. വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആൻഡ്രജ് പ്ലെങ്കോവിച്ച് കാർഷിക, വിദ്യാഭ്യാസ, വിവര സാങ്കേതിക സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കും. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 40 സൈനിക താവളങ്ങൾ ആക്രമിച്ചു. സഹായം അഭ്യർത്ഥിച്ച് ഖത്തറിന് ഇറാന്റെ കത്ത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ് ഇസ്രായേൽ. വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഹൈവേ യാത്രയ്ക്കായി 3000 രൂപയുടെ ഫാസ്ടാഗ് വാർഷിക പാസ്. 1 വർഷം അല്ലെങ്കിൽ 200 യാത്ര എന്നതാകും കാലാവധി. ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നിതിൻ ഗഡ്കരി. ഫാൽക്കൺ ബിസിനസ് ജെറ്റുകൾ ഭാരതത്തിൽ നിർമ്മിക്കാൻ ദസോ. നിർമ്മാണം റിലയൻസുമായി ചേർന്ന്. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തിന് ആദ്യ ജെറ്റ് നിർമ്മിച്ചു നൽകും. നാഗ്പൂരിൽ ഈ വർഷം നിർമ്മാണം ആരംഭിക്കും. തിരുപ്പതി വിമാനത്താവളത്തിന്റെ പേര് മാറ്റണമെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നിവേദനം. പേര് ശ്രീ വെങ്കടേശ്വര വിമാനത്താവളം എന്നാക്കണമെന്ന് തിരുപ്പതി ദേവസ്ഥാനം. പാകിസ്ഥാൻ വിടാനൊരുങ്ങി ഊബർ ടാക്സി സർവീസുകൾ. നടപടി പാകിസ്ഥാന്റെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി. കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാനിൽ പണപ്പെരുപ്പവും നിയന്ത്രണാതീതം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൊയേഷ്യയിലെത്തി. ഗായത്രി മന്ത്രത്തോടെയാണ് മോദിയെ സ്വീകരിച്ചത്. സഗ്രബ് വിമാനത്താവളത്തിലെത്തിയ മോദിയെ ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യ സന്ദർശിക്കുന്നത്. കാർഷിക, വിദ്യാഭ്യാസ, വിവര സാങ്കേതിക മേഖലകളിൽ സഹകരണ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ക്രൊയേഷ്യയിലേക്ക് ആദ്യമായാണ് ഭാരതത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി എത്തുന്നത്. എന്താണ് ക്രൊയേഷ്യയുമായുള്ള ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം? ഒരു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നത് ഏറെ ആഘോഷത്തോടെയാണ് ക്രൊയേഷ്യൻ ജനത സ്വീകരിച്ചത് എന്നതുമാണ് ഏറെ പ്രത്യേകതയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. അത്തരത്തിൽ ഉന്നത നേതാക്കളെല്ലാം തന്നെ വന്ന് സ്വീകരിക്കുന്നത് തന്നെ ഒരു സൈനാണ് നയതന്ത്ര തലത്തിൽ. അതായത് അത്രയും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ തങ്ങളുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് എന്ന സൂചന നൽകുന്നൊരു സൈനാണ്. അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകി തന്നെയാണ് ക്രൊയേഷ്യയുടെ സ്വീകരണം പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ അല്പസമയം മുമ്പ് കണ്ടതുപോലെ വലിയ രീതിയിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു സ്വീകരണം അദ്ദേഹത്തിന് അവിടെ ലഭിക്കുകയും ചെയ്തു. ഊഷ്മളമായൊരു സ്വീകരണം അദ്ദേഹത്തിന് അവിടെ ലഭിക്കുകയും ചെയ്തു. അവിടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന ആ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തെ അവിടെ എതിരെടുക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കലാരൂപങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുകയും ഗായത്രി മന്ത്രം ഉൾപ്പെടെ ചൊല്ലുകയും ചെയ്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത്. ആ ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന ധാരണ 2030 വരെ ദീർഘിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് തന്നെ ആ സന്ദർശനത്തിനെ 5 വർഷം കൂടി ആ സാംസ്കാരിക വിനിമയ ഇടപാടുകൾ ദീർഘിപ്പിക്കുന്നതിനുള്ളൊരു തീരുമാനമുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയത് തീർത്തും അവസരോചിതമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ IT രംഗങ്ങളിലെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകളിൽ ഉണ്ടാകുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. നീലിമ. ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാക് വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
ഓപ്പറേഷൻ സിന്ദൂറിൽ വെടിനിർത്തൽ നടപ്പാക്കിയത് അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ലെന്ന് ട്രംപിനോട് തുറന്നു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഭാരതത്തിന്റെ നയം മധ്യസ്ഥർ വേണ്ട എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും മധ്യസ്ഥം ആരുടെയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ച നിലപാട് അറിയിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇനി മധ്യസ്ഥം സ്വീകരിക്കുകയുമില്ല എന്നും പ്രധാനമന്ത്രി അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിശദീകരണത്തിൽ പറയുന്നു. भारत के मुंहतोड़ जवाब के कारण पाकिस्तान को भारत से सैन्य कार्रवाई रोकने का आग्रह करना पड़ा. प्रधानमंत्री मोदी ने राष्ट्रपति ट्रंप को स्पष्ट रूप से कहा कि इस पूरे घटनाक्रम के दौरान कभी भी किसी भी स्तर पर भारत अमेरिका ट्रेड डील या अमेरिका द्वारा भारत और पाकिस्तान के बीच मध्यस्थता जैसे विषयों पर बात नहीं हुई थी. सैन्य कार्रवाई रोकने की बात सीधे भारत और पाकिस्तान के बीच दोनों सेनाओं की एग्जिस्टिंग चैनल्स के माध्यम से हुई थी और पाकिस्तान के ही आग्रह पर हुई थी. प्रधानमंत्री मोदी ने जोर देकर कहा कि भारत ने न तो कभी मध्यस्थता स्वीकार की थी, न करता है और न ही कभी करेगा. പാകിസ്ഥാൻ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന് JD വാൻസ് പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ അവർ സ്വപ്നം കാണാത്ത രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് JD വാൻസിനെ പ്രധാനമന്ത്രി അറിയിച്ചതായും വിക്രം മിസ്രി പറഞ്ഞു. 9 मई की रात को उपराष्ट्रपति वांस ने प्रधानमंत्री मोदी को फोन किया था. उपराष्ट्रपति वांस ने कहा था कि पाकिस्तान भारत पर बड़ा हमला कर सकता है. प्रधानमंत्री मोदी ने उन्हें साफ शब्दों में बताया था कि यदि ऐसा होता है तो भारत पाकिस्तान को उससे भी बड़ा जवाब देगा. പ്രധാനമന്ത്രിയുമായുള്ള ട്രംപിന്റെ ടെലിഫോൺ സംഭാഷണം 35 മിനിറ്റ് നീണ്ടു. ഭാരതം ഭീകരാക്രമണത്തെ യുദ്ധമായി കണക്കാക്കുമെന്നും പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ സംസാരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പശ്ചിമേഷ്യ. ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രം ഇസ്രായേൽ തകർത്തു. ഇറാന്റെ പാർച്ചിൻ സൈനിക താവളം ഇസ്രായേൽ ആക്രമിച്ചു. ഇറാന്റെ ഡ്രോണുകളും റോക്കറ്റുകളും പ്രതിരോധിക്കാൻ F-16, F-22, F-35 യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇന്ന് 6ാം ദിവസമാണ് പശ്ചിമേഷ്യ വലിയ രീതിയിൽ വലിയ പ്രതിസന്ധിയിൽ വലിയ സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഇസ്രായേലിന് വലിയ സഹായവുമായി അമേരിക്ക രംഗത്തെത്തുകയാണ്. പിന്മാറാതെ ഇറാൻ അങ്ങനെ നിൽക്കുകയാണ്. ഖമേനി മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെ വിലയിരുത്താം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെ ഇപ്പോൾ? നിലിമ, തീർച്ചയായും ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അലി ഖമേനിയുടെ ആ നിലപാട് തന്നെയാണ്. അതായത് അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കാളികളാകുകയാണെങ്കിൽ വലിയ തോതിലുള്ള തിരിച്ചടി US-ന് നൽകുമെന്ന ഒരു ഭീഷണി തന്നെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്റ്റേറ്റ് ടെലിവിഷനിൽ, അതായത് രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലൊരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. പരിഹരിക്കാനാകാത്ത നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വയ്ക്കുമെന്നൊരു ഭീഷണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായത്. നമുക്കറിയാവുന്നതാണ് അതിന് സാഹചര്യമുണ്ടായത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ വിമാനങ്ങളും അതുപോലെ തന്നെ ഫൈറ്റർ വിമാനങ്ങൾക്ക് അനുബന്ധമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എത്തിയതിന് ശേഷം അതുപോലെ തന്നെ നാവികസേനാ കപ്പലും എത്തിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രതികരണം ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഖമേനി രാജ്യത്തോടായി നടത്തിയ അഭിസംബോധനയിലാണ് ഇത്തരമൊരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. കടുത്ത നീക്കങ്ങൾക്ക് തങ്ങളെ നിർബന്ധിക്കരുത് എന്ന രീതിയിലുള്ളൊരു ഭീഷണിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ചില പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ, അതായത് നേരത്തെ നടന്ന ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശക്തമായ ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ മാത്രമാണ് തങ്ങളുടെ ശത്രുക്കളായി നിലനിൽക്കുന്നത്. അവരെ സഹായിക്കുന്നവരെ വീണ്ടും ശത്രുക്കളായി കാണുമെന്ന ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഫൈറ്റർ വിമാനങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും ഇപ്പോൾ
പശ്ചിമേഷ്യൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വിഷയം. അത്തരം സംഭവങ്ങളെല്ലാം അത്തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ പെൻറ്റഗൺ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അത് ഇറാനിൽ നിന്നും പുറപ്പെടുന്ന ഡ്രോണുകളും അതുപോലെ തന്നെയുള്ള മിസൈലുകളും കൃത്യമായി പ്രതിരോധിക്കുന്നതിനുള്ളൊരു സംവിധാനം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഖമേനി പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഇസ്രായേലിന് നൽകാൻ ഇറാനെതിരെ ആക്രമിക്കുവാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു ഭീഷണി തന്നെയാണ്. അതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തത്. അതായത് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. മാത്രമല്ല ഈ ഇറാനിലെ ഈ നിർമ്മാണശാലകളുടെ അല്ലെങ്കിൽ ആണവശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മേഖലകളിലെ സെൻട്രിഫ്യൂജുകൾ തകർന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രിയും കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായെങ്കിൽ അത് റിപ്പയർ ചെയ്ത് പുതിയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഫാക്ടറി കൂടി ഇന്ന് തകർക്കുകയും ചെയ്തു എന്നാണ്. അതിനർത്ഥം ആണവ സംവിധാനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കാനുള്ളൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിലൊരു ആസൂത്രണത്തോടെ നടക്കുന്ന നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണവ നിലയങ്ങൾ ഇനി തുടർന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും സ്വാഭാവികമായും ഇസ്രായേൽ അവർക്കുണ്ടാകുന്ന ഒരു ആണവ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ യുക്തിഭദ്രമായ ഒരു യുദ്ധം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത്, അതായത് ഈ റീപ്ലേസ് ചെയ്യുന്നതിന് ആണവ ശേഖരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ആണവ കേന്ദ്രങ്ങളിൽ സാമഗ്രികൾ റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന ഫാക്ടറിയിലും ആ സെൻട്രിഫ്യൂജുകളെല്ലാം തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ തകർത്തിരിക്കുന്നു. ഇറാനെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ സാധ്യമല്ലാത്ത യുദ്ധത്തിൻ്റെ രീതിയിൽ പ്രതികരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം. ആദ്യ സംഘം ഇന്ന് രാത്രി 2 മണിയോടെ ഡൽഹിയിലെത്തും. അംറേനിയ വഴിയാണ് ദൗത്യം. ഇസ്രായേലിലുള്ളവരെ ഒഴിപ്പിക്കാൻ തൽക്കാലം പദ്ധതിയില്ലെങ്കിലും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇറാനിൽ നിന്നാണ് ഭാരതീയ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം ആയിരിക്കുന്നത്. ആദ്യ സംഘം ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഡൽഹിയിലെത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ സംഘത്തിൽ എത്ര പേർ ഉണ്ടാകും? സമഗ്ര വിവരങ്ങൾ. ദിലിമ, ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെ ഇരു രാജ്യങ്ങളിലുമുള്ള ഭാരതത്തിൻ്റെ പൗരന്മാരെ സുരക്ഷിതമാക്കുന്നതിനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഇറാനിൽ ഇസ്രായേൽ അക്രമം കടുപ്പിച്ചതോടുകൂടി ഇറാനിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് ഇറാനിൽ നിന്ന് പൂർണ്ണമായും ഭാരതത്തിൻ്റെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക ദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. അത് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇറാനിൽ നിന്നും അയൽ രാജ്യമായിട്ടുള്ള അർമേനിയയിലേക്ക് അതിർത്തി കടത്തിക്കൊണ്ട് അർമേനിയയുടെ തലസ്ഥാനത്തേക്ക് എത്തിക്കുക, അവിടെ നിന്ന് വ്യോമമാർഗം തിരിച്ച് ഭാരതത്തിലേക്ക് എത്തിക്കുക. അതാണ് ദൗത്യത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ വിവിധ സംഘങ്ങളിലായി 100-ലധികം പേരെ ഇറാനിൽ നിന്ന് അതിർത്തി കടത്തി അർമേനിയയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അർമേനിയയുടെ തലസ്ഥാനത്ത് നിന്ന് 110 പേരടങ്ങുന്ന ആദ്യ വിമാനമാണ് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഭാരതത്തിലേക്ക് പുറപ്പെടുക. നാളെ പുലർച്ചെ 2 മണിയോടുകൂടി ആദ്യ വിമാനം ഇറാനിൽ നിന്നുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തും എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഇതിൽ 110 പേർ എന്ന് പറയുന്നത് ടെഹ്റാനിൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ്. അതിൽ ഭൂരിപക്ഷവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള സ്വദേശികളാണ്. ടെഹ്റാനിൽ 12 മലയാളി വിദ്യാർത്ഥികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെയും അടുത്ത വിമാനങ്ങളിൽ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കും. നിലവിൽ ആദ്യം എത്തുന്ന വിമാനത്തിൽ മലയാളികളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. 110 ഇന്ത്യൻ പൗരന്മാരുമായി ഇറാനിൽ നിന്നുള്ള ആദ്യ വിമാനമാണ് പുലർച്ചെ 2 മണിയോടുകൂടി ഡൽഹിയിലേക്ക് എത്തുക. ഒപ്പം ഇസ്രായേലിൽ നിന്ന് നിലവിൽ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിലും എംബസിയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് ഇസ്രായേലിലെ ഭാരതത്തിലെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം പൗരന്മാരെ സുരക്ഷിതമാക്കുന്നതിനും ഭാരതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനും ഇത്തരത്തിൽ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോഴും സ്വന്തം പൗരന്മാർ
പൗരന്മാരെ കൈവിടാതെ കൂടെ പിടിക്കുന്ന സമീപനം അത് ഭാരതം മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ നമുക്കറിയാം യുക്രൈനിൽ നിന്ന് ഭാരതത്തിൻ്റെ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിന് യുക്രൈനും റഷ്യയും ഒരുപോലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിന് സഹകരണം നൽകിയിരുന്നു. അതിന് സമാനമായാണ് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന് ഇറാനും അയൽ രാജ്യമായിട്ടുള്ള അർമേനിയയും ഇസ്രായേലും ഒരുപോലെ സഹകരണമാണ് ഭാരതത്തിന് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാനിൽ നിന്ന് ഭാരതത്തിന്റെ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന നടപടി ആരംഭിക്കുന്നത്. ജിഷ്ണു, അർമേനിയ വഴി ഇറാനിൽ നിന്നുള്ള ഭാരത പൗരന്മാരെ ഭാരതത്തിലെത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ ആദ്യ സംഘം എത്തുകയാണ്. ഫാൽക്കൺ ബിസിനസ് ജെറ്റുകൾ ഭാരതത്തിൽ നിർമ്മിക്കാൻ ഫ്രഞ്ച് കമ്പനിയായ ദസോ റിലയൻസുമായി ചേർന്നാകും നിർമ്മാണം. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയത്തിനാണ് ആദ്യ ജെറ്റ് നിർമ്മിച്ച് നൽകുക. നാഗ്പൂരിൽ ഈ വർഷം നിർമ്മാണം ആരംഭിക്കും. വമ്പൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഹൈവേ യാത്രയ്ക്കായി 3000 രൂപയുടെ ഫാസ്ടാഗ് വാർഷിക പാസാണ് കേന്ദ്രം നടപ്പിലാക്കുക. 1 വർഷം അല്ലെങ്കിൽ 200 യാത്ര എന്നതാകും കാലാവധി. ഓഗസ്റ്റ് 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. രാജ്യത്തെ ഹൈവേ യാത്രികർക്കായി ഫാസ്ടാഗ് വാർഷിക പാസ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ ഈ പദ്ധതി നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ പുതിയ പദ്ധതി? ഇതുകൊണ്ട് പ്രയോജനം കിട്ടാൻ പോകുന്നത് ആർക്കൊക്കെയാണ്? നോക്കാം. രൂപ വിലയുള്ള ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിന്റെ ഗുണം ലഭിക്കുക. ആക്ടിവേഷൻ തീയതി മുതൽ 1 വർഷം അല്ലെങ്കിൽ 200 യാത്രകൾ വരെ സാധുതയുണ്ടാകും. താങ്ങാനാവുന്ന നിരക്കിൽ ഒറ്റ ഇടപാടിലൂടെ ടോൾ പേയ്മെന്റുകൾ ലളിതമാക്കുകയാണ് ലക്ഷ്യം. ഇതൊന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ 3000 രൂപയ്ക്ക് ഒറ്റത്തവണ ഫാസ്ടാഗ് റീചാർജ് ചെയ്യുന്നതിലൂടെ ദേശീയപാതയിലൂടെയും സംസ്ഥാന എക്സ്പ്രസ് വേകളിലൂടെയും എല്ലാവർക്കും, അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയും. അതോടൊപ്പം തന്നെ തർക്കങ്ങളും മാറി നിൽക്കും. ഇനി ഈ പദ്ധതിയിൽ നമുക്ക് അംഗങ്ങളാകാൻ എങ്ങനെ സാധിക്കും? അത് നോക്കാം. ഓഗസ്റ്റ് 15 മുതൽ പാസ് നൽകി തുടങ്ങും. ആക്ടിവേഷനും പുതുക്കലിനുമുള്ള ലിങ്ക് രാജ്മാർഗ് യാത്ര ആപ്പിലും NHAI ഗതാഗത മന്ത്രാലയം എന്നിവരുടെ വെബ്സൈറ്റുകളിലും ലഭ്യമാകും. രാജ്യത്തെ ഇടത്തരക്കാർക്ക് വേഗതയേറിയതും സുഗമവുമായ യാത്രാ അനുഭവം വാർഷിക പാസ് സമ്മാനിക്കും എന്ന കാര്യം ഉറപ്പ്. അവസാനിപ്പിക്കും മുമ്പ് ഒരു കാര്യം കൂടി. ഇനി ഈ വാർഷിക പദ്ധതി ആഗ്രഹിക്കാത്തവർക്ക് ദൂരാധിഷ്ഠിത പദ്ധതി എന്ന മറ്റൊന്നുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതായത് 100 കിലോമീറ്ററിന് 50 രൂപ എന്ന നിരക്കിൽ ഈടാക്കുന്ന രീതിയാണത്. അത് പക്ഷേ പ്രാവർത്തികമായിട്ടില്ല. ഭാവിയിൽ വന്നേക്കാം. അതുവരെ കീശ കാലിയാകാതെ സുഗമമായ യാത്ര ആശംസിക്കുന്നു. ശ്രീകാന്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാകിസ്ഥാൻ വിടാനൊരുങ്ങി യൂബർ ടാക്സി സർവീസുകൾ. രാജ്യത്തിന്റെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മധ്യേഷ്യയിൽ സർവീസ് നടത്തുന്ന യൂബർ കരീമാണ് പാകിസ്ഥാനിലുമുള്ളത്. കഴിഞ്ഞ 10 വർഷമായി പാകിസ്ഥാനിൽ യൂബർ കരീം സർവീസ് നടത്തിവരികയായിരുന്നു. കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാനിൽ പണപ്പെരുപ്പവും നിയന്ത്രണാതീതമാണ്. നോർത്ത് അമേരിക്കൻ കൊടുമുടി മൗണ്ട് ദനാനിയിൽ കുടുങ്ങി മലയാളി പർവ്വതാരോഹകൻ. സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ ഷെയ്ഖ് ഹസൻ ഖാനാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പർവ്വതത്തിൽ കുടുങ്ങിയത്. വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ശക്തമായ കാറ്റും പ്രതികൂല കാലാവസ്ഥയും തുടർന്നാണ് മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ നോർത്ത് അമേരിക്കയിൽ ധനാലി പർവ്വതത്തിൽ കുടുങ്ങിയത്. 17,000 അടി ഉയരത്തിൽ ധനാലിയുടെ 5ാം നമ്പർ ക്യാമ്പിലാണ് നിലവിൽ ഹസൻ ഖാൻ ഉള്ളത്. ഇന്ന് രാവിലെയാണ് പർവ്വതത്തിൽ കുടുങ്ങിയെന്നും പരിമിതമായ വെള്ളവും ഭക്ഷണവും മാത്രമാണുള്ളതെന്നും അറിയിച്ചുകൊണ്ട്
ഷെയ്ഖ് ഹസൻ ഖാന്റെ സാറ്റലൈറ്റ് ഫോൺ കോൾ എത്തിയത്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. വിഷയം വിദേശകാര്യ മന്ത്രിയുടെയും മന്ത്രാലയത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇടപെടൽ ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനികർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ദേശീയ പതാകയുമായാണ് ഹസൻ ഖാൻ ധനാൽ പർവ്വതാരോഹണം നടത്തുന്നത്. പന്തളം സ്വദേശിയായ ഹസൻ നിലവിൽ സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ, കിളിമഞ്ചാരോ പർവ്വതങ്ങൾ കയറിയിട്ടുണ്ട്. ജനം, ഡൽഹി. ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. 208 പേരെ DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞു. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല. തിരിച്ചറിഞ്ഞ 202 പേരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വലിയ ആശങ്കയ്ക്കിടയാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചു അറിയാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലവിലിപ്പോൾ ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത, അതിൽ രഞ്ജിതയുടെ DNA ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എയർ ഇന്ത്യ വിമാനാപകടത്തിൽ 208 പേരുടെ മൃതദേഹങ്ങൾ അത് DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. തിരിച്ചറിഞ്ഞ 202 പേരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. 170 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. ഇതിൽ 131 പേരും ഇന്ത്യക്കാരാണ്. ഇന്ന് DNA മാച്ച് വഴി തിരിച്ചറിഞ്ഞ യാത്രക്കാർ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡാമൻ ആൻഡ് ഡ്യൂ, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഉള്ളവരാണ്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ DNA പരിശോധനാ ഫലം തുടരും. രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തന്നെ തുടരുകയല്ലേ ശ്രീകാന്ത്? നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തന്നെ തുടരുകയാണ്. ഈ DNA പരിശോധനാ ഫലം അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 208 പേരുടെ ഇത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി പരിശോധന കഴിയുമ്പോൾ രഞ്ജിതയുടെയും മാച്ചാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം അവിടെ തുടരുന്നു എന്നുള്ളതാണ് വിവരം. ശ്രീകാന്ത്, ഇനിയും പരിശോധന നടക്കാനുണ്ട്. ഈ DNA മാച്ചിലൂടെ തിരിച്ചറിയാനുണ്ട്. അതിലുള്ള ഒരു സാവകാശം മാത്രമല്ലേ ഇപ്പോൾ അവശേഷിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്ര വലിയൊരു വിമാനാപകടമാണ് ഉണ്ടായത്. മാത്രമല്ല വലിയ പൊട്ടിത്തെറിയും ഉണ്ടായി. ഒപ്പം തീഗോളം ഉയരുന്ന ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശ്രമകരമായ ദൗത്യമാണ് ഈ ഫോറൻസിക് വിദഗ്ധരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനെടുക്കുന്ന ഒരു കാലതാമസം, ഒരു സമയം എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ആ യാഥാർത്ഥ്യം അവിടെയുള്ള യാത്രക്കാരുടെ ബന്ധുക്കൾക്കടക്കം അത് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയധികം ദിവസങ്ങൾ കൊണ്ട് 208 പേരുടെ DNA പരിശോധന പൂർത്തിയാക്കി ഫലം മാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടെ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ശ്രമകരമായ ദൗത്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധിക ദിവസങ്ങൾ നീളില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ ശ്രീകാന്ത്, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. 208 പേരുടെ DNA മാച്ചിലൂടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 മണിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലും രഞ്ജിതയുടെ DNA മാച്ച് ഫലം ഇല്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നും S. ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുപ്പതി വിമാനത്താവളത്തിന്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആവശ്യമുന്നയിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് നിവേദനം നൽകി. വിമാനത്താവളത്തിന്റെ പേര് ശ്രീ വെങ്കടേശ്വര വിമാനത്താവളം എന്നാക്കണമെന്നാണ് ആവശ്യം. ബംഗളൂരുവിൽ ശ്രീവരി ക്ഷേത്രം നിർമ്മിക്കുമെന്നും TTD ചെയർമാൻ BR നായിഡു പറഞ്ഞു. ദേവസ്വത്തിന് 100 പുതിയ ഇലക്ട്രിക് ബസ്സുകളാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഡൽഹിയിലെ ശ്രീ വെങ്കടേശ്വര കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നതായും BR നായിഡു അറിയിച്ചു. ചുഴലിക്കാറ്റ് ഭീതിയിൽ മെക്സിക്കോ. പസഫിക് സമുദ്രത്തിൽ എറിക് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. തെക്കൻ മെക്സിക്കോയിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യത. കിഴക്കൻ പസഫിക്കിലാണ് എറിക് രൂപം കൊണ്ടത്. മെക്സിക്കോയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ചുഴലിക്കാറ്റുള്ളത്. തീരത്തോടടുക്കുമ്പോൾ എറിക് ശക്തി കൂടി കാറ്റഗറി 2 ആകുമെന്നാണ് പ്രവചനം. ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് ട്രക്കിംഗ് പാതയിൽ മണ്ണിടിഞ്ഞു വീണ് അപകടം. 2 തീർത്ഥാടകർ മരിച്ചു. ഒരാളെ കാണാനില്ലെന്നും 3 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയെന്നും പോലീസ് അറിയിച്ചു. പരിക്കേറ്റവരെ ഗൗരികുണ്ട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി.
രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.